കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിൽ എത്തും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജൂൺ 5 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് 6 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. ജൂൺ 3 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ അങ്ങനെ മൺസൂൺ പ്രഭാവം പയ്യെ എത്തിത്തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ജൂൺ 5 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട എന്നാൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വിഭാഗം ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പകുതിയിലധികം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കോട്ടയം, ഇടുക്കി, എറണാകുളം, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നിങ്ങനെയുള്ള ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴയുടെ ഒരു പ്രഭാവം ഉണ്ടാകും എന്ന് തന്നെയാണ്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. ഇത്തവണ കേരളത്തിൽ പ്രത്യേകിച്ചും ഇത്തവണ ഈ ഒരു ചെറിയ കാലയളവിൽ നിരവധി ഇടിമിന്നൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലിനെ കരുതിയിരിക്കേണ്ടതുണ്ട്. നാളെയും വിവിധ ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റ്, കള്ളക്കടൽ പ്രതിഭാസം അടക്കമുള്ളവ കണക്കിലെടുത്തുകൊണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നുണ്ട്. ജൂൺ 3 വരെ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. കേരള തീരത്താണ് വിലക്കുള്ളത്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അതോടൊപ്പം തന്നെ ഈ വരും ദിവസങ്ങളിൽ തീരദേശവാസികളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്.